ഇപ്പോൾ വിവരാവകാശ പ്രവർത്തകനായ ചിത്രഭാനു നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ചിത്രഭാനു, വിവരാവകാശ രേഖകളിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് CMRLനെ സംബന്ധിച്ചിടത്തോളം പുറത്തുവരുന്നത്. CMRL കമ്പനിക്ക് കരിമണൽ ഖനന അനുമതി ഇല്ല എന്നാണ് മൈനിംഗ് വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അനുമതിയുള്ള 3 കമ്പനികളിൽ CMRL കമ്പനി ഇല്ല എന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയാണ് ജനം TVക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം നമുക്കറിയാം, അനധികൃത പാറമടകളെ പറ്റിയുള്ള വിവരത്തിനും അറിവില്ല എന്നാണ് മൈനിംഗ് വകുപ്പ് വ്യക്തമാക്കുന്നത്. താങ്കൾ ഈ വിവരാവകാശ രേഖ സമർപ്പിച്ചതിലൂടെ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഏറെ ഞെട്ടലുളവാക്കുന്നതാണ്. സംസ്ഥാന സർക്കാർ 2019 വന്ന നിയമ ഭേദഗതിയെ അട്ടിമറിച്ചുകൊണ്ട് 2023 വരെ വച്ച് താമസിപ്പിക്കുന്ന ഒരു പ്രവണത നിലനിർത്തി. അതുമാത്രമല്ല, ഈ മാസപ്പടി വിവാദം പുറത്തു വന്ന വിവാദമായ പശ്ചാത്തലത്തിൽ മാത്രമാണ് ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് കടന്നത് എന്നുള്ള വസ്തുതയും. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? പ്രധാനമായിട്ടും ഈ കർത്തയെ മുൻനിർത്തിക്കൊണ്ട് ഇവിടുത്തെ വലതുപക്ഷ നേതാക്കന്മാരും മന്ത്രിമാരും നടത്തിയിട്ടുള്ള വൻ കൊള്ളയാണ് മണൽ കൊള്ള. ഇദ്ദേഹത്തിന് കരിമണൽ ഖനനം നടത്താൻ അനുമതിയില്ലെങ്കിൽ ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ കരിമണൽ കിട്ടുന്നത്? അതൊന്ന് അന്വേഷിക്കണ്ടേ? അപ്പോ ഈ അഴിമതിയുടെ പിന്നിലെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു 10-15 വർഷമായി വ്യവസായ വകുപ്പ്, മൈനിങ് ജിയോളജി വകുപ്പ് തുടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മേഖലകളിലെ ഉദ്യോഗസ്ഥന്മാരെ കൂടി ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരണം. മൈനിങ് ജിയോളജി വകുപ്പാണ് ഇതിനെല്ലാം പ്രധാനമായിട്ട് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. ഇതിനെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരാൻ സാധിക്കൂ. അത് കേരളത്തിലെ ഏജൻസികൾ കൊണ്ട് ആ അന്വേഷണം പൂർത്തിയാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കണം. കേരളം കണ്ട് ഏറ്റവും വലിയൊരു അഴിമതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. അത് വളരെ നിസ്സാരമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. അതിന് പരിഹാരം കാണണം. ഒരാഴ്ചപ്രകാരം ഇനിയും പല രേഖകൾ എനിക്ക് പുറത്തു കൊണ്ടുവരാനുണ്ട്. അതായത് ശ്രീ ചിത്രഭാനു, താങ്കൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ CMRL കമ്പനിക്ക് അനുമതി ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ പോലും, അതായത് അനുമതി ലൈസൻസ് റദ്ദാക്കേണ്ടുന്ന നിയമപരമായ സംഗതികൾ നിലനിൽക്കുമ്പോഴാണ് സർക്കാർ തലത്തിൽ അതിന് ഒത്താശ നൽകിക്കൊണ്ട് CMRLന് ഈ അനധികൃത കരിമണൽ ഖനനത്തിനുള്ള അനുവാദം നൽകുന്നതും അവർ അത് ചെയ്യുന്നതും. അങ്ങനെയല്ലേ? അതങ്ങനെ തന്നെ. അതിന് ഇവിടെ സംസ്ഥാനത്തെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കും പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കും ഇതിൽ പ്രധാന പങ്കുണ്ട്. ഇല്ല എന്ന് പറയാനൊക്കില്ലല്ലോ. അതായത് ആ അനധികൃതവും നിയമലംഘനങ്ങൾക്കുമായിരുന്നു മാസപ്പടിയായി കൃത്യമായി എത്തിക്കൊണ്ടിരുന്നത്. അല്ലാതെ പിന്നെ എന്തിനാ കൊടുക്കുന്നത്? ഇത് അമ്പലമൊന്നുമില്ല നേർച്ചയിടാനായിട്ട്. അമ്പലമാണെങ്കിൽ തന്നെ നേർച്ചയിട്ടാലേ ഈ ഭക്തന്റെ ആവശ്യങ്ങൾക്ക് പിന്നെ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയാണല്ലോ അവിടെ നേർച്ച അർപ്പിക്കുന്നത്. അല്ലാതെ ദൈവത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ആരും നേർച്ച അർപ്പിക്കാറില്ല. ഉണ്ടോ? ഉണ്ടോ? അതെ. ഏതെങ്കിലും പള്ളിയിലോ അമ്പലത്തിലോ കൊണ്ടുവന്ന് നേർച്ചയിടുന്നത് ദൈവത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനില്ല. 10 രൂപ ഇടുന്നവന് 100 രൂപയുടെ ആദായം കിട്ടണം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ താങ്കൾ പറഞ്ഞു വരുന്നത് വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിധി ഉദ്യോഗസ്ഥ തലത്തിൽ കൂടി വലിയ രീതിയിൽ വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു. പാർട്ടി തലത്തിൽ മാത്രമല്ല, ഇതിനൊരു വലിയ വൃന്ദം തന്നെ ഇതിന് പുറകെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും. കാരണം എനിക്ക് ആധികാരികമായി പറയാനുള്ള അവകാശമുണ്ട്. കാരണം സംസ്ഥാനത്തെ മൈനിങ് ജിയോളജി വകുപ്പ് രൂപീകരിക്കുമ്പോൾ അന്നത്തെ 5 ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. 1963 അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുന്നത് വരെ രാജ്യത്തെ മിനറൽസിനെ പറ്റി വളരെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഒരു വ്യക്തിയാണ്. വളരെ സംഭാവനകൾ ചെയ്തിട്ടാണ് അദ്ദേഹം വിരമിച്ചത്. ഈ ഖനനം ചെയ്യുന്ന ധാതുക്കളുടെ വ്യക്തമായ കണക്ക് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾക്ക് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട് എല്ലാ മാസവും. അതൊക്കെ പരിശോധിക്കണ്ടേ? അനധികൃത ക്വാറികൾ എത്രയുണ്ടെന്ന് ചോദിച്ചിട്ട് പോലും അത് അറിഞ്ഞുകൂടാന്നാ പറയുന്നവര്. പിന്നെ ഇവർക്ക് എന്താ അറിയാൻ ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്? അതെ, അങ്ങ് ഏറ്റവും ഗുരുതരമായ ഒരു വിവരം തന്നെയാണ് അത് പുറത്തു വരുന്നത്. കാരണം അനധികൃത പാറമടകളെ പറ്റിയുള്ള അറിവില്ല എന്ന് മൈനിങ് വകുപ്പ് പറയണമെങ്കിൽ എത്രത്തോളം അനാസ്ഥയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.
അത് അനാസ്ഥ എന്ന് പറയാൻ പാടില്ല. കൃത്യമായി പറയുകയാണെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടി ഒത്താശ ചെയ്യുന്നതിന് വേണ്ടി മറച്ചു വയ്ക്കുന്ന ഒരു പ്രവണത. അതുകൊണ്ടാണ് ഇവരെ കൂടെ ഞാൻ ഈ അന്വേഷണ പരിധി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നത്. അവരുടെ അനധികൃത സമ്പാദ്യങ്ങളെ പറ്റി അന്വേഷിക്കണം ഈ ഉദ്യോഗസ്ഥന്മാരുടെ. അതെ, എന്തായാലും ഫയൽ പരിശോധിക്കാൻ പോകുന്നുണ്ട് അവിടെ. കൂടുതൽ വിവരങ്ങൾ തരാവില്ല. ഈ വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ 2 കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. താങ്കൾ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പറയാൻ സാധിക്കുമോ? ഇപ്പൊ ഈ ലൈസൻസ് കൊടുത്തിട്ടുള്ള അവരുടെ ഫയലുകൾ എനിക്ക് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഫയൽ പരിശോധിച്ചതിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഒക്കൂ. അതിനുള്ള സാവകാശം എനിക്ക് കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനേക്കാൾ ഇനിയും കൂടുതൽ രേഖ കിട്ടുന്നു. ഓരോ വിവരാവകാശ രേഖയിൽ നിന്നാണ് ഞാൻ മറ്റു കാര്യങ്ങളിലോട്ട് കടക്കുന്നത്. എനിക്ക് വയസ്സ് 81 ആയി, ഒരു ക്യാൻസർ രോഗിയാണ്. ഇതെല്ലാം പ്രശസ്തിക്ക് വേണ്ടിയല്ല, രാജ്യത്തെ അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഞാൻ 2003 തുടങ്ങിയതാണ് ഈ വിവരാവകാശ പ്രവർത്തനം. അതെ അതെ, തീർച്ചയായും. വളരെ നന്ദി ശ്രീ ചിത്രഭാനു പ്രതികരിച്ചതിന്.